ദാരുശില്പം. ശില്പകലയിൽപ്പെടുന്ന മറ്റൊരു പ്രധാന വിഭാഗമാണ് ഈ ദാരുശില്പം. മരത്തടികളിൽ തീർക്കുന്ന ശില്പങ്ങളെയാണ് പൊതുവെ ദാരുശില്പം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദാരുശില്പത്തിൻ്റെ കാര്യത്തിൽ കേരളം അതിസമ്പന്നമാണ്. കാരണം കേരളത്തിലെ സഹ്യപർവ്വത വനമേഖലകളിൽ ദാരുശില്പ നിർമ്മാണത്തിന് യോഗ്യമായിട്ടുള്ള മരത്തടികൾ സുലഭമായിട്ട് കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു കല ഇവിടെ വളർന്ന് വികസിക്കാനുണ്ടായ കാരണമെന്ന് നമുക്ക് കരുതാം. ഈടും ഉറപ്പുമുള്ള തേക്ക്, വീട്ടി, പ്ലാവ് എന്നിങ്ങനെയുള്ള മരത്തടികളാണ് ദാരുശില്പ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. മടക്കുളയും മുനിയുളയും ഇടയുളിയുമൊക്കെ ഉപയോഗിച്ച് ശില്പകലയിൽ അതിവിദഗ്ധരായിട്ടുള്ള തച്ചന്മാരാണ് ദാരുശില്പം നിർമ്മിക്കുന്നത്. നൂറുകണക്കിന് ദിവസങ്ങളുടെ അധ്വാനവും അർപ്പണബോധവും ഒക്കെ വേണം ഇത്തരം ദാരുശില്പങ്ങളുടെ നിർമ്മാണത്തിന്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ദൈവികമായിട്ടുള്ളൊരു പരിവേഷവുമുണ്ട്. കേരളത്തിലെ ഏറ്റവും പുരാതനമെന്ന് കരുതപ്പെടുന്ന ദാരുശില്പം 13-ാം നൂറ്റാണ്ടിലാണ്. കഠിനംകുളം മഹാദേവർ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൻ്റെ മച്ചിന് മുകളിൽ കാണുന്ന 9 ശില്പങ്ങളാണ് ഇത്. നടുക്ക് ബ്രഹ്മാവും 8 ദിക്കുകളായിട്ട് അഷ്ടദിക്പാലകരായിട്ടുള്ള 8 ദേവന്മാരുടെയും ശില്പമാണ് ഇത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും പുരാതനമെന്ന് കരുതുന്ന ദാരുശില്പം. അതുപോലെ തന്നെ ചെങ്ങന്നൂരിനടുത്തുള്ള ചാത്തൻകുളങ്ങര ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം, കോട്ടയം തിരുനക്കര ക്ഷേത്രം, കവിയൂർ ആഞ്ജനേയ ക്ഷേത്രം എന്നിങ്ങനെയുള്ള പുരാതനമായ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ദാരുശില്പങ്ങളുടെ മനോഹരമായ ദാരുശില്പങ്ങളുടെ വലിയൊരു ശേഖരമുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ക്രിസ്ത്യൻ പള്ളികളിലും ദാരുശില്പങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ പ്രശസ്തമാണ് മുളന്തുരുത്തി സെൻറ് തോമസ് പള്ളി, കാത്തൂർ പള്ളി, കൊരട്ടിപ്പള്ളി എന്നിവയൊക്കെ. ഇതിലൊക്കെ മനോഹരങ്ങളായിട്ടുള്ള ദാരുശില്പങ്ങൾ കാണാനാകും.